നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നായിരുന്നല്ലോ ഇടതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ടാഗ് ലൈൻ. ജനം പറഞ്ഞു UDF ഉണ്ടെന്ന്. പ്രതിപക്ഷത്തായതോടെ ചെറിയ ചേഞ്ച് വന്നു. മറ്റാരുണ്ട് പിണറായി അല്ലാതെ എന്നായിട്ടുണ്ട്. അതിനും ഉത്തരമുണ്ട്. 1 ഡസൻ നേതാക്കൾ ഉണ്ടെന്ന് സഖാക്കൾ തന്നെ പിണറായിക്ക് മറുപടി കൊടുക്കുന്നു. പിണറായി വിജയന്റെ കടയ്ക്കൽ വെട്ടി KN ബാലഗോപാലിന്റെ കടന്നുവരവാണ്. ശരിക്കും ഇനി ഇരട്ടച്ചങ്കനും ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും ഒക്കെ KN ബാലഗോപാൽ ആകുമോ എന്നാണ് പിണറായി ഭയക്കുന്നത്. തെക്കും വടക്കുമായി അടികൊണ്ട് പിണറായി ഓടുകയാണ്. അങ്ങ് വടക്ക് പിണറായി അല്ലാതെ P ജയരാജൻ ഉണ്ടെന്ന് കണ്ണൂർ സഖാക്കൾ പറയുന്നു. ഇങ്ങ് തെക്ക് KN ബാലഗോപാൽ ഉണ്ടെന്ന് ഇവിടുത്തെ സഖാക്കളും. പിണറായിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ബാലഗോപാൽ കത്തിക്കയറുകയാണ്. ഇതുവരെ തനിക്ക് തലപ്പൊക്കത്തിൽ ഉണ്ടായിരുന്നവരെയൊക്കെ പിണറായി വെട്ടി ഒതുക്കി. പക്ഷേ നിശബ്ദമായി വളർന്നു വന്ന ബാലഗോപാലിനെ കണ്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ചർച്ച വന്നപ്പോൾ ആദ്യം ഉയർന്നു വന്നത് തന്നെ ബാലഗോപാലിന്റെ പേര് മാത്രമായിരുന്നു. മുൻ ധനമന്ത്രി രാജാവിനെ വെട്ടി കസേര പിടിക്കുന്ന കാഴ്ച. വരും കാലത്ത് തനിക്കൊരു എതിരാളി ബാലഗോപാലാണെന്ന് വിജയൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുതിർന്ന നേതാവ് KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കാത്തതിനെ ചൊല്ലി കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കനത്ത പ്രതിഷേധം പുകയുന്നുണ്ട്. ആ പുകച്ചിൽ ഇപ്പോൾ പൊട്ടിത്തെറിയായി പുറത്തേക്ക് വരികയാണ്. നിലവിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ബാലഗോപാൽ പാർലമെന്ററി പാർട്ടി നേതാവോ പ്രതിപക്ഷ നേതാവോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് അദ്ദേഹത്തിന് പാർട്ടി പരമോന്നത സമിതിയായ പൊളിറ്റ് ബ്യൂറോയിലേക്കുള്ള വഴി എളുപ്പമാക്കുമായിരുന്നു എന്ന വിലയിരുത്തലിലാണ് കൊല്ലത്തെ ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ബാലഗോപാലിന്റെ ഈ പാർട്ടി വളർച്ചയെയും PB പ്രവേശനത്തെയും ബോധപൂർവം തടയാൻ വേണ്ടിയാണ് പ്രായവും അനാരോഗ്യവും വകവയ്ക്കാതെ പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുത്തത് എന്ന അതീവ ഗുരുതരമായ ആക്ഷേപമാണ് കൊല്ലത്തെ CPM ചർച്ചകളിൽ നേതാക്കൾ തന്നെ ഉയർത്തിവിടുന്നത്. ശൈലജയുടെ ജനകീയ പിന്തുണ പിണറായി ഭയന്നതുപോലെ ഇപ്പോൾ KN ബാലഗോപാലിന്റെ ജനപിന്തുണയും പാർട്ടിയിലുള്ള പിന്തുണയും ഭയക്കുകയാണ് പിണറായി വിജയൻ. എല്ലാത്തിനെയും പിണറായി വിജയന് ഭയമാണ്. ജനകീയരായ നേതാക്കളെ ഭയമാണ്, ചോദ്യങ്ങളെ ഭയമാണ്, മീഡിയയെ ഭയമാണ്. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഭയമാണ് പിണറായിക്ക്. പക്ഷേ വിജയന്റെ അനുകൂലികൾ വാഴ്ത്തുപാട്ടിൽ പറയുന്നതോ ഇരട്ടച്ചങ്കൻ, ഇന്ദ്രൻ, ചന്ദ്രൻ എന്നൊക്കെയാണ്. KN ബാലഗോപാൽ പിണറായിക്കും മുഹമ്മദ് റിയാസിനും ഒരു എതിരാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ക്വാളിറ്റിയുള്ള നേതാവാണ് ബാലഗോപാൽ. അദ്ദേഹത്തെ പോലുള്ളവരെ വെട്ടിനിരത്തുന്നത് ഇനിയും അനുവദിച്ചു കൊടുക്കാനാകില്ല എന്ന് കൊല്ലത്ത് വെടിപൊട്ടിയിരിക്കുന്നത്. ധനകാര്യമന്ത്രി കസേരയിലിരുന്ന അദ്ദേഹം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അദ്ദേഹത്തിന് പോലും പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളത് പിണറായിയുടെ ധൂർത്തുകൊണ്ടാണ്. സ്വന്തം ആവശ്യത്തിന് വകുപ്പ് മന്ത്രിമാരെ ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് അവരെ കുഴിയിൽ ചാടിച്ച് ഓടി രക്ഷപ്പെടുക, ഇതാണ് പിണറായിയുടെ ഏർപ്പാട്. 1-ാം മന്ത്രിസഭയിൽ KK ശൈലജയായിരുന്നു. 2-ാം മന്ത്രിസഭയിൽ ബാലഗോപാലും. ഇരുവരും ജനകീയരായിരുന്നു. അവരെ കളങ്കപ്പെടുത്തി നെറികെട്ട കളി കളിച്ചത് പിണറായിയാണ്. പക്ഷേ ശൈലജയെ പോലെ ബാലഗോപാൽ ഒതുങ്ങുമെന്ന് കരുതിയോ? കിട്ടുന്ന അവസരത്തിലൊക്കെ പിണറായി കിട്ടി താങ്ങിയിട്ടുണ്ട് ബാലഗോപാൽ. മാത്രമല്ല ബാലഗോപാലിന് ഒരു ജനകീയ മുഖമുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും പാർട്ടി കോട്ടകളിൽ വിമതർ ജയിച്ചു കയറി. കൊട്ടാരക്കരയിൽ പാർട്ടി വിട്ട ഐഷ പോറ്റിയായിരുന്നു ബാലഗോപാലിന്റെ എതിരാളി. UDF പിന്തുണയിൽ വൻ പ്രചാരണം നടത്തിയിരുന്നു ഐഷയ്ക്ക് വേണ്ടി. പക്ഷേ ബാലഗോപാലിനോട് തോറ്റുപോയി. കാരണം ബാലഗോപാൽ നല്ലൊരു നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി ഉയരുന്ന ശബ്ദം വെട്ടാൻ പിണറായിക്ക് കഴിയുന്നില്ല. കൊല്ലത്തെ യോഗത്തിൽ ഉയർന്ന മറ്റൊരു പ്രധാന വിമർശനം സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തെക്കുറിച്ചുള്ള നേതാക്കളുടെ ഇരട്ടത്താപ്പായിരുന്നു. കേരളത്തിലെ ആരോഗ്യ രംഗം ലോകോത്തരമാണെന്ന് ക്യാപ്സൂളുകളിലൂടെ ജനങ്ങളോട് നിരന്തരം പറഞ്ഞിട്ട് സ്വന്തം ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പറന്നപ്പോൾ കൊല്ലത്തിന്റെ ജനപ്രിയ നേതാവായ KN ബാലഗോപാൽ തന്റെ ഹൃദയ സംബന്ധമായ ഗുരുതര ചികിത്സ പൂർണ്ണമായും വിശ്വസിച്ചേൽപ്പിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആയിരുന്നു എന്ന് ഒരു പ്രതിനിധി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഇത്തരം സുതാര്യവും മാതൃകാപരവുമായ ശൈലിയുള്ള നേതാക്കളെ തഴഞ്ഞ് ജനങ്ങൾക്കിടയിൽ കടുത്ത അവമതിപ്പുണ്ടാക്കിയ പഴയ മുഖങ്ങളെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരുന്നത് ജനങ്ങളെ കൊഞ്ഞണം കുത്തുന്നതിന് തുല്യമാണെന്ന് പ്രതിനിധികൾ തുറന്നടിച്ചു. KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായാൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയും എന്ന പൊതുവികാരം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ശക്തമാണ്. എന്നാൽ പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും നേതൃത്വത്തിലുള്ള കണ്ണൂർ ലോബി തങ്ങൾക്ക് വഴങ്ങാത്ത മറ്റു ജില്ലകളിലെ ജനപ്രീതിയുള്ള നേതാക്കളെ വളരാൻ അനുവദിക്കുന്നില്ല എന്ന ശാഠ്യം പിടിക്കുകയാണ്.
ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായി വരികയും പിന്നീട് PB അംഗമായി ഉയരുകയും ചെയ്താൽ കേരളത്തിലെ CPMന്റെ നിയന്ത്രണം പിണറായിയുടെ കൈകളിൽ നിന്നും പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന ഭയമാണ് ഈ അട്ടിമറിക്ക് പിന്നിൽ എന്ന ആരോപണം ഇപ്പോൾ അണികൾക്കിടയിലും സജീവ ചർച്ച. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ മാത്രമാണ് ഏക നേതാവ് എന്ന തരത്തിലുള്ള തെറ്റായ പ്രവണത പാർട്ടിക്കുള്ളിൽ തുടങ്ങിയിരുന്നു. അന്ന് KK ശൈലജയും തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ള ജനപ്രിയ മന്ത്രിമാർക്ക് പുതുമുഖ സമവാക്യം പറഞ്ഞ് സീറ്റ് നിഷേധിച്ചപ്പോഴും പിണറായിക്ക് മാത്രം ഇളവ് കൊടുത്തു. ഇത്തവണ വീണ്ടും അദ്ദേഹത്തിന് ഇളവ് അനുവദിച്ച് പ്രതിപക്ഷ നേതാവാക്കിയത് പാർട്ടിയിലെ പുതിയ തലമുറ നേതാക്കളുടെ വളർച്ചയെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതാണ് എന്ന വികാരമാണ് കൊല്ലം കമ്മിറ്റിയിൽ ഉയർന്നത്. പാർട്ടി സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും സ്വന്തക്കാരെ സംരക്ഷിക്കുന്ന നെപ്പോട്ടിസം നയത്തിനെതിരെയും കൊല്ലത്ത് കടുത്ത എതിർപ്പാണ് ഉയരുന്നത്. കണ്ണൂരിൽ കനത്ത തോൽവിക്ക് വഴിയൊരുക്കിയത് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ ആരും പിണറായി വിജയനെയും പാർട്ടിയെയും തിരുത്താൻ ഭയം കാരണം തയ്യാറാകാത്തതാണ് ഈ ചരിത്ര പരാജയത്തിന് വഴി തുറന്നത്. ബാലഗോപാലിനൊപ്പമുള്ള യോഗ്യരായ നേതാക്കൾക്ക് അവസരം നിഷേധിക്കുന്നത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ വലിയ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തർക്കങ്ങൾക്ക് കാരണമാകും. അതായത് ഒരു പൊട്ടിത്തെറി യുദ്ധമൊക്കെ വരും ദിവസങ്ങളിൽ CPMൽ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം വ്യക്തമാകുന്നു. ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കാത്തതിലുള്ള അമർഷം കൊല്ലത്തെ പാർട്ടി അണികളിൽ വലിയ രീതിയിലുള്ള നിസ്സഹകരണത്തിന് വഴിവെച്ചേക്കാം. ഇതുമാത്രമല്ല, ഈ ഒരു പുകച്ചിൽ ഇപ്പോൾ ആലപ്പുഴയിലേക്കും പത്തനംതിട്ടയിലേക്കും പടരുകയാണ്. ജനകീയ മുഖമുള്ള ഒരാളെ മാത്രം പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ കൊണ്ടിരുത്തിയാൽ മതി എന്നുള്ള നേതാക്കളുടെ, പ്രത്യേകിച്ച് ഇങ്ങ് തെക്കോട്ടുള്ള നേതാക്കളുടെ ആവശ്യത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ CPM തയ്യാറാകുന്നില്ല. കണ്ണൂരിന്റെ അപ്രമാദിത്വം ഇനി അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് തെക്കോട്ടുള്ള നേതാക്കൾ പറയുമ്പോൾ തെക്കും വടക്കും തിരിഞ്ഞടിയാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഭയം. ജനങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ട ഈ വൃദ്ധ നേതൃത്വത്തെ മാറ്റി നിർത്തി KN ബാലഗോപാലിനെ പോലെയുള്ള സുതാര്യമായ മുഖങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നാണ് താഴെ തട്ടിൽ ആവശ്യം ശക്തമാകുന്നത്. പാർട്ടി തിരുത്താൻ തയ്യാറാകണം, ഇല്ലെങ്കിൽ അണികൾ ചേർന്ന് തിരുത്തിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് കൊല്ലത്തെ യോഗത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ CPM സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുമ്പോൾ KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ ആവശ്യം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറും. പിണറായി വിജയൻ തന്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കും കണ്ണൂർ ലോബിയുടെ സംരക്ഷണത്തിനും വേണ്ടി മറ്റ് നേതാക്കളെ വെട്ടിനിരത്തുന്നത് തുടർന്നാൽ പാർട്ടിയിൽ വലിയൊരു പിളർപ്പ് തന്നെ ഉണ്ടായേക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നേതൃത്വം തിരുത്തേണ്ട തെറ്റുകൾ ഒരുപാടുണ്ടെന്ന് തുറന്നടിച്ച് തളിപ്പറമ്പിൽ വിജയിച്ച TK ഗോവിന്ദൻ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ളവരുടെ വാക്ക് ഇനിയെങ്കിലും CPM കേൾക്കാൻ തയ്യാറാകണം. ഈ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി പറയുകയാണ്. ഇടതുപക്ഷം സ്വീകരിച്ച പല നിലപാടുകളും തിരിച്ചടിയായി. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റേണ്ടി വന്നു. ആദ്യം സ്വീകരിച്ച നിലപാട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതിനിടയാക്കി. അപ്പോൾ നിലപാടിൽ മാറ്റം വരുത്തി. അതുപോലെ തന്നെ PM ശ്രീ ഒക്കെ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടിയിലൊക്കെ അന്ന് രൂക്ഷമായ ചർച്ചയായിരുന്നു. ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞകാല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് TK ഗോവിന്ദൻ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. SDPIയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും വെള്ളാപ്പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അനവസരത്തിലുള്ള ചില പരാമർശങ്ങളും അനിയന്ത്രിതമായിട്ടുള്ള വാക്കുകളും പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർ വിലയിരുത്തുമായിരിക്കും. ആ സമയങ്ങളിലൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിക്കകത്ത് നടക്കുന്ന വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനൊക്കെ ശക്തമായ വികാരം പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ആ വികാരം സ്വാഭാവികമായിട്ടും വോട്ടായി മാറിയിട്ടുണ്ടാകും. ഇനി 5 കൊല്ലം തളിപ്പറമ്പിലെ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടിയും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. വേറെ ഒരു ലക്ഷ്യവും എൻ്റെ മുൻപിലില്ല. ആ ജനതയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം പരിഹരിക്കണം. ആ ജനത ഇതുവരെ ഒരു MLA കാണാത്തവരാണ്, ഒരു MLA സമീപിക്കാൻ കഴിയാത്തവരാണ്. അവർക്കിന്നൊരു MLA കിട്ടി. അവർക്കിന്ന് വളരെ ആവേശത്തിലാണ്. പുതിയ സർക്കാർ ഒപ്പം ഉണ്ടാകും എന്നാണ് വിശ്വാസം. സതീശനും ചെന്നിത്തലയും KCയും അക്കാര്യം ഉറപ്പു നൽകി. പ്രത്യേക ശ്രദ്ധയും സഹായവും ഉണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി തിരുത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ CPMന്റെ കേന്ദ്ര നേതൃത്വം സധൈര്യം ഇടപെടണം. സംസ്ഥാന നേതൃത്വത്തെയും പരാജയത്തിന് കാരണമായ ജില്ലാ നേതൃത്വത്തിനെയും ഒക്കെ മാറ്റി പകരം ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം നൽകുന്ന നേതൃത്വത്തെ കൊണ്ടുവരണം. എങ്കിലേ ഈ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ. ആദ്യം മാറേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി നന്നാകണമെങ്കിൽ മുകളിൽ നിന്ന് തിരുത്താൻ തുടങ്ങണം.
ഏറ്റവും കൂടുതൽ അവിശ്വാസമുള്ളത് പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചാണ്. ജനങ്ങളുടെ വികാരം ഏറ്റവും എതിരായി കിടക്കുന്നത് ഈ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചാണ്. അയാളുടെ പെരുമാറ്റവും അയാളുടെ സ്വഭാവവും ശരീരഭാഷയും രീതിയും ഒക്കെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവിടുന്ന് മാറ്റം തുടങ്ങണം. എന്നിട്ട് ആ മാറ്റം താഴെ വരെ എത്തണം. അതിന് തയ്യാറായാൽ CPM-ന് ഭാവിയുണ്ട്. അതല്ല ഇതെല്ലാം അടിച്ചേൽപ്പിച്ച് ന്യായീകരിച്ചാൽ കാര്യമുണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ തളിപ്പറമ്പിൽ വോട്ടൊന്നും ചോർന്നിട്ടില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ ഈ നിലപാടാണെങ്കിൽ ഈ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവരുടെ കാലത്തോടുകൂടി ഇതും ഇല്ലാണ്ടാകും. ജനങ്ങൾക്ക് എന്നോടൊരു പരിഹാസമൊന്നും ഉണ്ടായിട്ടില്ല. പോളിംഗ് ദിവസം വൈകുന്നേരം ചില ആളുകളെ കൊണ്ട് പരിഹസിപ്പിച്ചു, കൂക്കി വിളിപ്പിച്ചു. പക്ഷേ ആ ബൂത്തിൽ എനിക്ക് 420 വോട്ട് കിട്ടി. മറ്റേയാൾക്ക് 230 വോട്ടാണ് കിട്ടിയത്. വലിയ ഭൂരിപക്ഷമാണ് എൻ്റെ ബൂത്തിൽ എനിക്ക് കിട്ടിയത്. അതായത് കൂകി വിളിച്ചവർ പോലും എനിക്കാണ് വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വോട്ട് കിട്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമായ മലപ്പട്ടത്ത് 5 ബൂത്തിൽ ഭൂരിപക്ഷമുണ്ട്. എൻ്റെ നാട്ടിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം 600 വോട്ട് മാത്രമാണ്. ആ നിലയിലേക്ക് ജനങ്ങൾ ചിന്തിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം എന്നെ പാർട്ടി സഹപ്രവർത്തകർ ആരും വിളിച്ചിട്ടില്ല. സാധാരണക്കാരായ ലോക്കൽ കമ്മിറ്റി നേതാക്കളെല്ലാം വിളിക്കാറുണ്ട്. നേതൃത്വ നിരയിൽ നിന്ന് ആരും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട് തളിപ്പറമ്പുണ്ടായി, എന്തുകൊണ്ട് പയ്യന്നൂരുണ്ടായി, എന്തുകൊണ്ട് അമ്പലപ്പുഴ ഉണ്ടായി എന്നൊക്കെ പാർട്ടി പരിശോധിക്കണം. ഇതേപോലുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കൾ എന്തുകൊണ്ട് പാർട്ടിക്കെതിരായി മത്സരിക്കാൻ ഇടയായി എന്ന കാര്യം നിഷ്പക്ഷമായി പരിശോധിക്കാൻ CPM നേതൃത്വം തയ്യാറാകുമോ എന്നാണ് കാണേണ്ടത്. ആ തെറ്റ് തിരുത്താൻ അവർ തയ്യാറുണ്ടോ? ആ തെറ്റ് ജനങ്ങളോട് തുറന്നു പറയാൻ അവർ തയ്യാറുണ്ടോ? തളിപ്പറമ്പിലെ ജനതയോട് CPM നേതൃത്വം മാപ്പ് പറയണം. തളിപ്പറമ്പിൽ LDF നിശ്ചയിച്ച സ്ഥാനാർത്ഥി പറ്റില്ല എന്ന് പറഞ്ഞതാണ്. ആ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതാണ്. അതിന്റെ ഫലമായിട്ടാണ് നിരവധിയായ പാർട്ടി സഖാക്കൾ പാർട്ടിക്കെതിരായി വോട്ട് ചെയ്യാൻ ഇടയായത്. ഇത് പരിശോധിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം. പാർട്ടി അണികളെ കൊണ്ട് പാർട്ടിക്കെതിരായി വോട്ട് ചെയ്യിക്കാൻ ഇടയാക്കിയ സാഹചര്യം സൃഷ്ടിച്ച നേതൃത്വം തിരുത്തുന്നില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയും ദുർബലപ്പെടും. ഇതൊരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് TK ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും പുറമെ വെള്ളപൂശാനാണ് MV ഗോവിന്ദനും പിണറായിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരമോ നേതാക്കളോടുള്ള എതിർപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴും പാർട്ടി വെളുപ്പിക്കാൻ പറയുന്നത്. പക്ഷേ ജനങ്ങൾ ഈ പാർട്ടിയോട് അകന്നു എന്ന് ബോധ്യമുള്ള കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും സുധാകരനും ആവർത്തിച്ച് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം. പക്ഷേ ഇപ്പോഴും തിരുത്താൻ തയ്യാറല്ലല്ലോ. പിണറായി വിജയൻ തന്നെയല്ലേ പ്രതിപക്ഷ നേതാവ് കസേരയിൽ. തിരുത്തിയാൽ ഈ പാർട്ടിക്ക് ഒരു ജീവൻ വയ്ക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.